ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന കേരള എക്സ്പ്രസിൽ രാത്രി 8:40 സംഭവം. ആലുവയിൽ നിന്നാണ് പരിക്കേറ്റ പെൺകുട്ടിയും സുഹൃത്തും ട്രെയിനിൽ കയറിയത്. വറക്കലയ്ക്കും കടക്കാവൂരിനും ഇടയിൽ വെച്ചായിരുന്നു ആക്രമണം. പ്രതി പിന്നിൽ നിന്ന് ചവിട്ടി താഴേക്കിടുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന പറഞ്ഞു. ചേച്ചി, ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമായിരുന്നു. ഇരുന്ന സമയത്ത് ഒരു ബന്ധമില്ലാതെ ഇയാൾ വന്ന് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിടുമായിരുന്നു പുള്ളിക്കാരിയെ. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ കയ്യും എന്റെ കാലും പിടിച്ച് എന്നെയും പിടിച്ചങ്ങ് തള്ളി. ഞാൻ പാതി പുറത്തായി. അവിടെ നിന്നൊരു ചേട്ടൻ പിടിച്ച് കയറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പാളത്തിൽ വീണ് കിടന്ന പെൺകുട്ടിയെ പിന്നാലെ വന്ന കൊല്ലം മെമുവിലാണ് വർക്കലയിലെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് വേറെ മെമ്മോയിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്റർ എല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. അപ്പം ബോധാവസ്ഥയാണ്. കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നും വന്നിട്ടില്ല. വെള്ളറട പനച്ചുമൂട് സ്വദേശിയും സ്ഥിരം മദ്യപനുമായ സുരേഷ് കുമാറാണ് കൊലപാതക ശ്രമത്തിന് പിന്നിൽ. മദ്യലഹരിയിലായിരുന്ന പ്രതി ആക്രമണത്തിന് ശേഷവും ട്രെയിനിൽ യാത്ര തുടർന്നു. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് പ്രതിയെ പിടികൂടുന്നത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും പ്രതി സംസാരിച്ചത് പരസ്പര വിരുദ്ധമായി. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു യുവതി ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് റെയിൽവേ സെക്യൂരിറ്റി കമ്മീഷണറുടെ പ്രതികരണം.